കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ നമുക്ക് എ ബി 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എ ബി ക്ലിയർ. എ സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ. ഒരു കോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സി ബി തന്നിട്ടില്ല. ഉണ്ടോ? ഈ വശം തന്നിട്ടില്ല. ഹൗ ടു ഫൈൻഡ് ദിസ് സൈഡ് യൂസിങ് ട്രിഗണോമെട്രി. അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി വരും, ഇപ്പുറത്തും 90 ഡിഗ്രി വരും. സോ ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസ്. അതിനുശേഷം നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കും. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പുറത്തെ സൈഡ് കണ്ടുപിടിക്കും. ക്ലിയർ? ഈ 2 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ദിസ് സൈഡ് ദാറ്റ് ഈസ് ബി സി is equal to പൈതഗോറസ് തിയറം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അപ്പൊ ഇവിടെ കിട്ടുന്നതിന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ കിട്ടുന്നതിന്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, ട്രിഗണോമെട്രി അപ്ലൈഡ് ഓൺലി ടു റൈറ്റ് ട്രയാങ്കിൾസ്. 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര നമ്മൾ വരയ്ക്കുന്നത്. ദെൻ ഫൈൻഡ് ദിസ് സൈഡ് യൂസിങ് ദിസ് ആംഗിൾ. ഓക്കെ. അപ്പൊ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വശം കണ്ടുപിടിക്കും ഫസ്റ്റ് യൂസിങ് ട്രിഗണോമെട്രി സൈൻ. അതുപോലെ ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വെരി സിമ്പിൾ ആണ്. എ മുതൽ ബി വരെയുള്ള അകലത്തിൽ നിന്ന് എ മുതൽ ഈ സൈഡ് വരെയുള്ള അകലം, ഇത്രയും അകലം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വശം കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയായിട്ട് വരും. ഓക്കെ. നോക്കാം നമുക്ക്. ത്രികോണത്തിലെ മൂന്നാമത്തെ വശമായ ബി സിയുടെ നീളം കണക്കാക്കണം. ബി സി. ക്ലിയർ? അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. സിയിൽ നിന്ന് ഇങ്ങോട്ട് എ ബിയിലേക്ക് ഒരു വര വരച്ചു. അപ്പൊ നമുക്കിവിടെ ഒരു മട്ടത്രികോണം കിട്ടി. ഓക്കെ. ഇനി ഇപ്പോൾ ബി സി ഡി എന്ന മട്ടത്രികോണത്തിൽ ദാറ്റ് ഈസ് ബി സി ഡി. ക്ലിയർ? ബി സി ഡി എന്തോ മട്ടത്രികോണത്തില് ബി സി സ്ക്വയർ ദാറ്റ് ഈസ് കർണം സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബി ഡി സ്ക്വയർ, ഇത് ബേസ് സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. ഇറ്റ് ഈസ് പൈതഗോറസ് തിയറം. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് പൈതഗോറസ് തിയറം. ഒരു മട്ടത്രികോണത്തിന്റെ നീളം കൂടിയ വശത്തിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു അതിന്റെ ബേസിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ. ക്ലിയർ? അത് നമ്മുടെ മനസ്സിലിട്ടേക്ക. അതിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ബി സി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡ് വേണം. ഓക്കെ. ക്ലിയർ? ഈ സൈഡ് കാണാനായിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഈ ഒരു സൈഡും നമുക്കറിയാവുന്ന ഈ ഒരു സൈഡും നമുക്കറിയാവുന്ന ഈ ഒരു ആംഗിളും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യണം. ഈ ആംഗിളിന്റെ ആരാണത്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ക്ലിയർ? ഓക്കെ. ആൻഡ് ഇതെന്താ? ഈ 6 സെന്റിമീറ്റർ ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അത് ഹൈപ്പോട്ടിനസ് ആണ്. ഓക്കെ. ക്ലിയർ? ഹൈപ്പോട്ടിനസ്. അപ്പൊ നമ്മൾ എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട വശത്തിന്റെ ബന്ധം എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നിരിക്കുന്ന ആംഗിളുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വശത്തിന്റെ ബന്ധവും നമ്മൾ നോക്കണം. അപ്പൊ ഞാനിവിടെ നോക്കിയപ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആള് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് തന്നിരിക്കുന്നത് കർണമാണ്, ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ടിനസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ആരാണ്? സൈൻ. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊസീക്ക് എടുത്ത് ചെയ്യാം, ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പോ 40 ഡിഗ്രിയുടെ എതിർവശമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, കർണമാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? 40 ഡിഗ്രിയുടെ എതിർവശം എനിക്ക് കണ്ടുപിടിക്കണം, തന്നിരിക്കുന്നത് കർണം. ഓക്കെ. അപ്പൊ എതിർവശം ഡിവൈഡഡ് ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് സൈൻ. അപ്പൊ ഞാൻ സൈൻ എടുക്കാൻ പോകും. സൈൻ വാട്ട്? സൈൻ 40 ഡിഗ്രി. സൈൻ 40 degree is equal to opposite side, that is CD.
CD divided by hypotenuse 6 centimeter. So it is very easy. What is CD? 6 ഇങ്ങോട്ട് നമ്മൾ ഗുണിക്കുക. ഓക്കെ, ഇവിടെ ഹരിച്ചിരിക്കുന്നത് സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഗുണനാവും. സോ CD equal to 6 into sin 40 degree. Sin 40 degree. ഓക്കെ, അതിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സാറേ സൈൻ 40 ഡിഗ്രിയോ? അതെന്താ? ഞങ്ങൾ പഠിച്ചിരിക്കുന്ന സൈൻ 30, 60, അതുപോലെ 45 ഇത്രയല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എങ്ങനെ സൈൻ 40യുടെ വില എത്രയാ സാർ? ഓക്കെ, സൈൻ 40യുടെ വില നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിലുണ്ട്. സൈൻ 40, കോസ് 40, ടാൻ 40, അങ്ങനെ 1 മുതൽ 100 വരെ അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടാവും സൈൻ 40 എത്രയാണെന്ന്. കോസ് 14 തരും, ടാൻ 14 തരും. അതിന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ സൈൻ 40യുടെ വില എന്താണെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഗിവൻ. അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. CD ഈ വശം കാണാനായിട്ട് സാർ എന്താ ചെയ്തത്? സൈൻ 40 എടുത്തു. സൈൻ 40 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് CD ഡിവൈഡഡ് ബൈ 6. ദെൻ CD അവിടെ നിർത്തിയിട്ട് ഈ 6നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ CD is equal to 6 into sin 40. Then 6 into what is the value of sin 40? sin 40യുടെ വില എന്താണ്? ഇങ്ങനൊരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന വില സൈൻ, പിന്നെ കോസ്, പിന്നെ ടാൻ. അപ്പൊ സൈൻ 40 ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൈൻ 40 is equal to 0.6428. Put the value 0.6428. Clear? Okay. So അങ്ങനെ 6 into 0.6428 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.86 സെന്റിമീറ്റർ കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ, 3.86 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഒരു വശമായി എന്ത് CD. ഇനി നമുക്ക് ഈ വശം കണ്ടുപിടിക്കാം. നമ്മുടെ ലക്ഷ്യം എന്താ? DB യൂണി കണ്ടെത്തിയാലാണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ അളവ് കിട്ടുള്ളൂ. പക്ഷെ DB നമുക്ക് ഇവിടെ കണ്ടെത്താൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടെത്തണം. ആര്? AD കണ്ടെത്തിയതിന് ശേഷം ടോട്ടൽ നമ്മുടെ നീളം 7 സെന്റിമീറ്റർ ഉണ്ട്. അതിൽ നിന്ന് AD കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് BD കിട്ടും. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു ഫൈൻഡ് AD. നോക്കൂ, ഇവിടെ എനിക്ക് ഈ വശമാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? എനിക്ക് തന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ. വേണം എനിക്ക് 3.86 വെച്ച് എനിക്ക് എടുക്കാം. ഞാൻ ഇപ്പൊ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ഹൈപ്പോട്ടിനസും തരാത്ത ഈ അളവും, എന്നിട്ട് ഈ 40 ഡിഗ്രിയുമായിട്ട് കണക്ട് ചെയ്യുക. 40 ഡിഗ്രിയുടെ ആരാണത്? 40 ഡിഗ്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശമാണത്, AD. കൺസിഡർ ദിസ് ട്രയാങ്കിൾ ഓൺലി. ഓക്കെ, ദിസ് ട്രയാങ്കിൾ 40 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണെന്ത്? AD. ഓക്കെ, ദിസ് ഈസ് അഡ്ജസ്റ്റന്റ് സൈഡ്. And this is always hypotenuse. Hypotenuse is always opposite to 90 degree. So what is the ratio that connects the adjacent side and the hypotenuse? Adjacent side and hypotenuse തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? cos 40 degree. Okay, is equal to adjacent side, that is AD. Okay, divided by hypotenuse, that is 6 centimeter. From this AD അവിടെ നിർത്തുക, ഈ 6നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഹരിച്ചേക്കുന്ന നമുക്ക് ഗുണനാവും. that is AD is equal to, okay, 6 into cos 40 degree. Clear? cos 40യുടെ വില ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. cos 40യുടെ വില നമുക്ക് ഇവിടെ ടേബിളിൽ നോക്കിയാൽ അറിയാം. cos 40 is equal to 0.7660. Clear? ഇതാണ് cos 40യുടെ വില. Then put that value here. So AD is equal to 6 into 0.7660. Clear? So അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AD കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. AD is equal to AC cos 40, that is 6 into 0.766, that is 4.6 centimeter. Clear? 4.6 centimeter.
ഇനി ബി ഡി നമുക്ക് കണ്ടുപിടിക്കണം. ബി ഡി വെരി സിമ്പിൾ ആണ്. എന്താണ് ബി ഡി? എങ്ങനെയാണ്? ബി ഡി ഈക്വൽ ടു ഈ 7ൽ നിന്ന് ഇവിടെ നമുക്ക് കിട്ടുന്ന നമുക്കിവിടെ 3T4.6 സെന്റിമീറ്റർ കിട്ടി. അതവിടെ കുറച്ചാൽ മതി. 7 മൈനസ് 4.6 സെന്റിമീറ്റർ ഈക്വൽ ടു 2.4. സോ ദ ആൻസർ ഈസ് 2.4 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ മട്ടത്രികോണത്തിന്റെ ഈ വശമായി ഇനി വെരി സിമ്പിൾ അല്ലേ? എന്ത് കണ്ടുപിടിക്കാം? ബി സി കാണാനായിട്ട് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? പെർപെൻഡിക്കുലർ സാൻഡ് സ്ക്വയർ കണ്ടാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് ബി ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കുക. 3.86 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ പ്ലസ് താഴെയുള്ള 2.4 ഹോൾ സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കുക. ദ ആൻസർ ഈസ് 4.54 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? സർ, is there any other method to find this side? ഉണ്ട്. വേറൊരു മെത്തേഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, the side opposite to the vertex A taken as small letter. കണ്ടോ? സിമിലാർലി vertex B, ഈ ക്യാപിറ്റൽ B യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ B യോട് സൂചിപ്പിച്ചു. സിമിലാർലി ഈ ക്യാപിറ്റൽ C യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശത്തിനെ C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? A യുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ എ, ബിയുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ ബി, സിയുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ സി. ഇത്രയും വശം, അങ്ങനെ 3 വശങ്ങൾ എ ബി സി. ക്ലിയർ? അങ്ങനെ ഒരു ത്രികോണത്തിന്റെ, സപ്പോസ് ഒരു ത്രികോണത്തിന്റെ ഇത് ബി ഇത് സി, ഇങ്ങനെ ഒരു ത്രികോണം തന്നിട്ട് ഇതിന്റെ നേരെയുള്ള വശം എ സ്മോൾ ലെറ്റർ എ, ഇതിന് നേരെയുള്ള വശം സ്മോൾ ലെറ്റർ ബി, ഇതിന് നേരെയുള്ള വശം സ്മോൾ ലെറ്റർ സി. ഓക്കെ, ഇങ്ങനെ നമുക്ക് തന്നിരുന്നാൽ നമുക്ക് ഈ വശം കണ്ടുപിടിക്കണം. ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ടേക്ക് ദിസ് ആംഗിൾ ആസ് എ ഡിഗ്രി, ആംഗിൾ എ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശം കാണാൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള 2 വശങ്ങളുടെ സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഈ 2 വശങ്ങൾ തമ്മിൽ ഗുണിക്കണം, ബി സി. എന്നിട്ട് ബി സി കോസ് ഇവിടെയുള്ള ആംഗിൾ കോസ് എ. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ? ഒന്നുകൂടി പറയാം. അതായത് നിങ്ങൾക്ക് ഈ വശമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ വശം ബി സ്ക്വയർ പ്ലസ് ഇവിടെ തന്നിരിക്കുന്ന വശം സി സ്ക്വയർ. അതാദ്യം ചെയ്യുക. അതിൽ നിന്ന് 2 ഇൻറ്റു ഈ 2 വശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതായത് ബി ഇൻറ്റു സി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കോസ് ഇവിടെയുള്ള ആംഗിൾ, സപ്പോസ് ഈ കേസിലാണെങ്കിൽ 40 ഡിഗ്രി, കോസ് 40 നമ്മൾ കോസ് എ എന്ന് പറയും. അതായത് ഈ ആംഗിൾ, ഈ വെർട്ടെക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെയുള്ള ആംഗിളിനെയാണ് ആംഗിൾ എ, ഇവിടെയുള്ള ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ബി, ഇവിടെയുള്ള ആംഗിൾ ആണെങ്കിൽ മൊത്തം നമ്മൾ ആംഗിൾ സി എന്ന് പറയുന്ന പോലെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ കോസ് എ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് 8 ഡിഗ്രി, ദെൻ എ സ്ക്വയർ, ദിസ് സൈഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ, മറ്റൊരു സൈഡിന്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, വേറൊരു സൈഡിന്റെ സ്ക്വയർ മൈനസ് 2c ഇൻറ്റു ബി, 2 ഇൻറ്റു ഈ വശം ഇൻറ്റു ഈ വശം കോസ് ഈ ആംഗിൾ. സപ്പോസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ. 7 എവിടെ നിന്നാണ് 7 കിട്ടിയത്? സിയുടെ സ്ഥലത്ത് 7 ഉണ്ടോ? 7. ഓക്കെ, ആൻഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ ഉണ്ടോ? ബി സമം 6 and 2 into c എത്രയാണ്? 7 into b, that is 6. okay, cos 40. clear? cos 40 വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാലോ. cos 40 is equal to 0.7660. so ആ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. clear? so 7 square 49, 6 square 36. ഇത് 3 കൂടി ഗുണിക്കുമ്പോൾ you will get 84. then cos 40 വാല്യൂ അപ്ലൈ ചെയ്തു 0.760. അങ്ങനെ ഇത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടുകയും വേണം. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 പ്ലസ് 36 ഇസ് ഈക്വൽ ടു 85. 84 into 0.760 is equal to 64.344. സോ
എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20.656. ഇത് കുറയ്ക്കാം. ഇനി എ കാണാൻ അതിന്റെ റൂട്ട് എടുക്കുക. ആൻസർ ഈസ് 4.54 സെന്റിമീറ്റർ. സെയിം ആൻസർ. ക്ലിയർ? അപ്പൊ ഒന്നുകൂടി പറയാം സാറ്, നമുക്ക് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നിരിക്കുന്നു, ഇടയിലുള്ള ഒരു ആംഗിളും തന്നിരുന്നാൽ ഈ മൂന്നാമത്തെ വശം നമ്മൾ എങ്ങനെ കാണും? രണ്ട് വശങ്ങൾ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, ഒരു വശത്തിന്റെ വാല്യൂ തന്നിട്ടില്ല. സപ്പോസ് എ ആണ് തരാത്തതെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കി തന്നിരിക്കുന്ന 2 വശങ്ങളുടെ സ്ക്വയർ, ദാറ്റ് ഈസ് സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു തന്നിരിക്കുന്ന 2 വശങ്ങൾ സി ഇൻറ്റു പി കോസ് എ എന്ന് പറഞ്ഞ ആംഗിൾ. ക്ലിയർ? അപ്പൊ നമ്മുടെ ഫോർമുലയിൽ എ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ കോസ് എ വരും, ബി സ്ക്വയർ ആണെങ്കിലോ കോസ് ബി. കണ്ടോ? അപ്പൊ മറ്റ് 2 വശങ്ങൾ മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജനറൽ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയണത്. നിങ്ങൾക്കിനി ഏത് ആംഗിൾ തന്നിരുന്നാലും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ചില കുട്ടികൾ നോക്കും, സാറേ എങ്ങനെയാണ് ഈ ഫോർമുല വന്നത്? ചിലർക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, ചിലർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഹൗ ദിസ് ഫോർമുല ഡിറൈവ്ഡ്. Okay, let us look into the derivation of this formula. Okay, clear? Consider A, B, C and A degree. This side is M. Okay, this side we M ആയിട്ട് എടുക്കുക. And A to D, this side A to D. Consider this is A to D taken as D. And E, D to B taken as E. Clear? First of all, find M using trigonometry. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, സി ഡി ബി എന്ന് പറയുന്ന ഒരു ത്രികോണം ഇവിടെ ഉണ്ട്. കണ്ടോ? ആ ത്രികോണത്തിന്റെ 3 വശങ്ങളാണ് എം, ഇ, എ. ക്ലിയർ? വാട്ട് ഈസ് സൈൻ എ? സൈൻ എ is equal to opposite side divided by hypotenuse, that is m by b. From this equation we can find m, b ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, സോ m is equal to b sin a. b ഇങ്ങോട്ട് വരുമ്പോൾ b into sin a. ക്ലിയർ? സാർ എന്താ ചെയ്തത്? ഈ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പൊ m is equal to b sin a. ഓക്കെ, sin a എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, m by b. ഓക്കെ, അതിനകത്ത് m is equal to b പ്രത്യേകം ഗുണിച്ചു, m is equal to b sin a. സിമിലാർലി ഞാൻ ഈ സ്മോൾ ലെറ്റർ d, ഈ ഇവിടുന്ന് എ മുതൽ ഡി വരെ ഉള്ളത് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് കോസ് എടുക്കണം. ഓക്കെ, കോസ് is equal to adjacent side by hypotenuse. ക്ലിയർ? adjacent side, ഈ എയുടെ ഈ ആംഗിളിന്റെ adjacent side d by hypotenuse. So it is equal to d is equal to b പ്രത്യേകം ഗുണിക്കുമ്പോൾ d is equal to b cos a. Okay, clear? And we know that what is e? നേരത്തെ ചെയ്തതാണ്. ടോട്ടൽ ഇവിടെയുള്ള ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? d കുറയ്ക്കണം. that is c minus d. So e is equal to c minus d. Clear? ഇവിടം വരെയുള്ള അകലത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇത്രയും അകലം കുറച്ചാൽ നമുക്ക് e കിട്ടും. ഓക്കെ, എന്തിനാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്? എങ്കിലാണ് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എ കാണാൻ പറ്റുള്ളൂ. സോ നൗ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ നമുക്കായി. ഒന്ന് എ, നമുക്ക് തരാത്ത വശം. 2 ഈ വശം എം എന്ന് വെച്ചാൽ ബി സൈൻ എ, എം ഇസ് ഇക്വൽ ടു ബി സൈൻ എ. ആൻഡ് ഡി ബി ഇസ് ഇക്വൽ ടു സി മൈനസ് ഡി. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 വാല്യൂസ് ഇവിടെ കിടക്കട്ടെ. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, according to Pythagoras theorem, we know that this is hypotenuse. This side square is equal to e square plus m square, or m square plus e square. Okay. So from Pythagoras theorem, a square, Karnam square, hypotenuse square, that is a square, is equal to base square, that is e square, plus perpendicular side square. And we know that what is e? E is equal to c minus d. Put c minus d instead of e. ഓക്കെ, സോ ഇക്ക് പകരം നമ്മൾ സി മൈനസ് ടി കൊടുത്തു. ഇക്ക് പകരം what happened is c minus t square plus m. എമ്മിന് പകരം നമ്മൾ ബി സൈൻ എ കൊടുത്തു. ബി സൈൻ എ. ക്ലിയർ? ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ് ലൈക്ക് ദ ഫോർമുല എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി whole square.
we know that what is a minus b whole square? It is a square minus 2ab plus b square. Okay, square. Here a is placed in c ആണ്. Instead of a here c, instead of b here d. Okay, so what first value a square, that is c square, minus 2 into a, that is c, into b, that is d, plus b square, that is d square. That's all. And b sin a whole square എന്ന് പറയുമ്പോൾ b യുടെ സ്ക്വയർ sin ന്റെ സ്ക്വയർ. That's all. Okay, clear? And what is d? What is d? We know that d is equal to b cos a. Clear? Next step il namukku d യുടെ പ്ലേസിൽ b cos a കൊടുക്കും. So a square c square 2c d. Instead of d, put this value. So b cos a plus d square. Instead of d square, put this value. That is b square cos square a plus b square sin square a. Clear? ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ സ്ക്വയർ ഇക്വൽ ടു സി സ്ക്വയർ മൈനസ് 2cb cos a പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഒരു കോസ് സ്ക്വയർ a ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ a ഉണ്ട്. രണ്ട് സ്ഥലത്തും ബി സ്ക്വയർ ഉണ്ട്. ബി സ്ക്വയർ സാർ പുറത്തേക്ക് എടുത്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ a പ്ലസ് സൈൻ സ്ക്വയർ a കിട്ടി. ക്ലിയർ? ഇനി ഇതെന്താണ് സാർ കോസ് സ്ക്വയർ a പ്ലസ് സൈൻ സ്ക്വയർ a? നമുക്ക് നോക്കാം. കൺസിഡർ എ റൈറ്റ് ട്രയാങ്കിൾ. ഇഫ് ഇറ്റ് സൈഡ് ഇസ് 3, one side is 4, then it will be 5 according to Pythagoras theorem. 3 square plus 4 square, that is 9 plus 16 is equal to 25. So root of 25 is equal to 5. So according to Pythagoras theorem, the hypotenuse is always 5 if the sides of the right triangles are 3 or 4. 3 and 4. So consider an angle angle A. Here it is an angle A, B, C. This is angle A. According to sin A is equal to opposite side by hypotenuse. Okay, that is 4 by 5. What is cos A? Cos A is equal to adjacent side by hypotenuse. That is 3 by 5. 3 by 5. Then what is sin square A? Square. This is square A. Okay, is equal to 16 മോളിത്തിന്റെ സംഖ്യയുടെ സ്ക്വയർ divided by 25. Clear? What is cos square A? Is ഇതിനെ സ്ക്വയർ ചെയ്യണം. is equal to 9 divided by 25. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു മറ്റൊരു കോൺ എടുത്തു. ഒരു വശം 3, പെർപെൻഡിക്കുലർ സൈഡ് 4 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5. ദെൻ നമ്മൾ സൈൻ കണ്ടുപിടിച്ചു. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 4 by 5. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് 3 by 5. സമീപവശം ബൈ കർണം. ഇത് നമ്മൾ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 by 5 സ്ക്വയർ ചെയ്യണം. കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 by 5 സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തു. ഇനി ഇവർ നമ്മളൊന്ന് കൂട്ടിയേ, അതായത് സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടി കൂട്ടാൻ പോകുന്നു സാർ. ദാറ്റ് ഈസ് 16 by 25 plus this one, that is 9 by 25. What happened is 16 plus 9, that is 25. Clear? Divided by താഴെ 25 plus 25 ചെയ്യാൻ പാടില്ല, കൂട്ടറേനെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതാൻ പാടില്ല 25. So what happened? നോക്കൂ, നിങ്ങൾ മുകളിൽ 25 താഴെ 25 വെട്ടിപ്പോയി. The answer is equal to 1. That means sin square A plus cos square A is always 1. You can check for another triangle. So cos square A plus sin square A, the sum of this is equal to 1. Clear? So next step il nammal aa salathu 1 aanu kodukkunnu. Okay, so what happened is our equation is a square is equal to c square minus 2c b cos A plus b square. ഇത് നമ്മൾ റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മൾ ഇവിടെ കിടക്കുന്ന ഈ ബി സ്ക്വയറിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് എഴുതും. ദാറ്റ്സ് ഓൾ. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ദിസ് ബി സ്ക്വയർ
മൈനസ് 2CB കോസ് എ. ക്ലിയർ? ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല. അപ്പൊ നിങ്ങൾക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ കോസ് എ. ക്ലിയർ? ബാക്കിയുള്ള രണ്ട് വശങ്ങൾ, അതായത് സിയും ബിയും ഇവിടെ ആഡ് ചെയ്യണം. അതിന്റെ സ്ക്വയർ മൈനസ് ചെയ്തിട്ട് സിയും ബിയും തമ്മിൽ ഗുണിക്കണം. 2CB. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണ്. അതിന് രണ്ട് വശങ്ങൾ ബിയും സിയും തന്നിരിക്കുന്നു. ഒരു ആംഗിളും തന്നിരുന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വെർട്ടെക്സുകൾ പേര് കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ എ, അതാണ് ക്യാപിറ്റൽ എ ആംഗിൾ. അതിന്റെ നേരെ സ്മോൾ ലെറ്റർ ഇടുക. ക്യാപിറ്റൽ ബിയുടെ നേരെ സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ സിയുടെ നേരെ സ്മോൾ ലെറ്റർ സി. ഓക്കെ. സോ എ സ്ക്വയർ എങ്ങനെ കാണും? ഈ വശമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ കോസ് അതിന്റെ നേരെ കിടക്കുന്ന ആംഗിളാണ് വരുന്നത്. ഓക്കെ. ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ നമ്മൾ കണ്ടു കൂട്ടുക. -2 ഇൻറ്റു ആ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ. ഈ ബി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പൊ എന്ത് ചെയ്യും? ഇതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ കോസ് ബി എടുക്കണം, ഇതെടുക്കണം. ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ നമ്മൾ കണ്ടെത്തി ആഡ് ചെയ്യുക. -2 ഇൻറ്റു ആ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക. ക്ലിയർ? ഇനി നമുക്ക് സി, ഇതാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റു രണ്ട് വശങ്ങളുടെ സ്ക്വയർ ആഡ് ചെയ്യുക. -2 മറ്റു രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക. കോസ് നമുക്ക് സി ആണ് കാണേണ്ടതെങ്കിൽ സി, ഈ ആംഗിൾ കോസ് ദിസ് ആംഗിൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. ക്ലിയർ? Okay, so these are the three formula, and in trigonometry it is known as law of cosines. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സിമിലാർലി വി ക്യാൻ ഫൈൻഡ് ആംഗിൾസ് യൂസിങ് ലോ ഓഫ് സൈൻസ്. ലോ ഓഫ് സൈൻസ് ഉണ്ട്. അപ്പോൾ ലോ ഓഫ് സൈൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് വരുന്ന വീഡിയോസിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ ടീച്ചർ അനുവദിക്കുകയാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടെത്താം. ഓക്കെ. അതിന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദിസ് 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു 100, ഇത് 100 ഡിഗ്രി ആയാൽ എന്തായിരിക്കും ഈ പറയുന്ന ബി സിയുടെ നീളം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കണക്കിൽ എയിലെ കോൺ 100 ഡിഗ്രി ആണെങ്കിൽ ബി സിയുടെ നീളം എങ്ങനെ കണക്കാക്കും? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ 100 ഡിഗ്രി ആവുമ്പോൾ ഈ പിക്ചറിൽ എന്ത് വ്യത്യാസം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇതാണല്ലോ എ ബി. എ ബിക്ക് വ്യത്യാസമില്ല, അത് 7 സെന്റിമീറ്റർ തന്നെ. 100 ഡിഗ്രി ആവുമ്പോൾ കുറച്ചും കൂടി ആംഗിൾ ഇൻക്രീസ് ചെയ്യും. 90 ഡിഗ്രി ആയ ഇത്രയും വരും അല്ലേ? ആംഗിൾ കുറച്ചും കൂടി കൂടുതലാണ്. 100 ഡിഗ്രി ആവുമ്പോൾ എന്തായാലും ഇങ്ങനെയാവും, ഇത്രയും വരും. ഓക്കെ, 100 ഡിഗ്രി. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടറ്റങ്ങൾ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഇതായിരിക്കും നീളം. കണ്ടോ? ഈ ബി സി എന്ന് പറയുന്ന ഈ വശം ഇവിടെ വരും. ഇതായിരിക്കും നമ്മുടെ ആക്ച്വൽ ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ? പേര് കൊടുക്കുക എ, 100 ഡിഗ്രി, ബി ആൻഡ് സി. ഇത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ബി സി കണ്ടുപിടിക്കാൻ. ഇത് 6 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഇത് 7 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു മട്ടത്രികോണം ക്രിയേറ്റ് ചെയ്തു, ഒരു ലംബം താഴേക്ക് വരച്ചിട്ട് അല്ലേ? അതേപോലെ ഇവിടെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതിന് താഴെ ഇവിടെ നിന്ന് മുകളിൽ സിയിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു വര നമുക്ക് താഴേക്ക് വരയ്ക്കാം. ഇങ്ങനെ എന്നിട്ട് ഇതങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ടാവും. ക്ലിയർ? ആൻഡ് ദിസ് പോയിന്റ് ഈസ് ഡി. ഓക്കെ. എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ ഇത്ര ആംഗിൾ എത്ര? 150 ഉണ്ടാവും. ഇവിടെ ഓൾറെഡി 100 ഉണ്ട്. അത് ഇവിടെ എത്ര ഉണ്ടാവും? 80. ഓക്കെ, 80 ഡിഗ്രി. ക്ലിയർ? നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദിസ് എന്താണ്, കൺസ്ട്രക്ട് എ പെർപെൻഡിക്കുലർ ഫ്രോം സി. ഉണ്ടോ? ഒരു മട്ടത്രികോണം ഇവിടെ ഉണ്ടായി. നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എങ്ങനെയാണ്? ടോട്ടൽ ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ടോട്ടൽ 150 ഉണ്ടാവും. 150 100 കുറച്ചാൽ മതി, 80 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ മട്ടത്രികോണം കാണാം. കണ്ടോ? ഓക്കെ. നമുക്ക് ഈ ബി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ വലിയ ത്രികോണത്തിന്റെ, മട്ടത്രികോണത്തിന്റെ റൈറ്റ് ആംഗിളിന്റെ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കണ്ട് കൂട്ടിയാൽ മതി. കണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മട്ടത്രികോണം ഇവിടെ ഉണ്ടായി. കണ്ടോ? വലുത്. ക്ലിയർ? ഓക്കെ, യെസ്.
ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം സി, ഇതെന്താണ് ബി. ഈ അളവാണ് നമുക്ക് കാണേണ്ടത്. ഇത് കാണുന്നത് എങ്ങനെയാണ്? സപ്പോസ് ദിസ് ഈസ് എക്സ്, ഇത് എക്സും ഇത് വൈ ആണെന്ന് വിചാരിക്കും. ഈ അളവ് എന്തോരം ഉണ്ടാവും? വെരി സിമ്പിൾ, പൈതഗോറസ് തിയറം അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? എന്നിട്ട് അതിൻ്റെ ഇത് കണ്ടുപിടിക്കണം, റൂട്ട്. അപ്പോൾ ഈ പറയുന്ന സി, ഇവിടെ ഡി ആണെന്ന് വിചാരിക്കാം. സി ഡി എന്ന് പറഞ്ഞത് ഈ വശമാണ്, കണ്ടോ? ഇതാണ് എക്സ്. ക്ലിയർ? അതുപോലെ ഡി ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. അപ്പോൾ അതിനകത്ത് 7 സെന്റിമീറ്റർ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഡി ആണെങ്കിൽ ഡി മുതൽ എ വരെയുള്ള ഈ അകലം കൂടി ഉണ്ട്. കിട്ടിയോ? അപ്പോൾ ഈ അകലം ഇവിടുത്തെ ഈ മിസ്സിംഗ് ഡി എ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ 7 കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ മട്ടത്രികോണമുണ്ട് ഡി. ദിസ് ഈസ് എക്സ് ടേക്കൺ ആസ് എക്സ്, ദിസ് വൈ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു സി ബി സ്ക്വയർ. ദെൻ വൈ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി മുതൽ എ വരെ പ്ലസ് എ മുതൽ ബി വരെ, അതായത് ഡി എ പ്ലസ് 7. ഇതാണ് എന്ത്? വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാം, എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാം. ഉത്തരവായി. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് നമ്മൾ ഈ മട്ടത്രികോണത്തിന്റെ ഈ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിനസ് ആണ്. 90 ഡിഗ്രിക്ക് നേരെയുള്ളതാണ് ഹൈപ്പോട്ടിനസ്. ഓക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് സൈൻ എടുത്തിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സിമിലാർലി ഇവിടെയുള്ള ഡി എ എന്ന് പറയുന്നത് 80 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന വശമാണ്, അഡ്ജസന്റ് സൈഡാണ്. ഇറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ്. ഈ അഡ്ജസന്റ് സൈഡും ഈ ഹൈപ്പോട്ടിനസ് കണക്ട് ചെയ്തിട്ട്, അതായത് കോസ് 80 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ഈ വശവും കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. സോ ഈ വശം നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ക്ലിയർ? ഇവിടെയാണ് ആ ട്രയാങ്കിൾ നിൽക്കുന്നത്, കണ്ടോ? ഓക്കെ. ഇപ്പോൾ ട്രയാങ്കിൾ എ സി ഡി. ഇൻ ദിസ് ട്രയാങ്കിൾ സൈൻ 80. സൈൻ 80 എടുക്കാൻ കാരണം എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ് കിടക്കണം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് സൈൻ എടുക്കണം. സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ. ക്ലിയർ? അപ്പോൾ ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ 6. ദെൻ 6 ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ എക്സ് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു സൈൻ 80. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 80? സൈൻ 80ന്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് 0.9848. നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്. ആ വില കൊടുക്കുക. 6 ഇൻറ്റു 0.9848 ആൻസർ കിട്ടി, എക്സ് കിട്ടി. ഓക്കെ. സിമിലാർലി നമുക്ക് വൈ ഈ താഴെയുള്ള ഡി എ കണ്ടെത്താം. അതിന് കോസ് 8 എടുക്കണം. എന്താണ് കോസ് 8 എടുക്കാനുള്ള കാരണം? 80 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന വശമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് അഡ്ജസന്റ് സൈഡ്. ഓക്കെ. സമീപവശം. സമീപവശവും തന്നിരിക്കുന്ന അളവ് 6 സെന്റിമീറ്റർ. ഹൈപ്പോട്ടിനസും കൂടി ബന്ധിപ്പിക്കുന്നത് കോസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ. അപ്പോൾ ആ റിലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ് എടുത്തു. അപ്പോൾ കോസ് അഡ്ജസന്റ് സൈഡ് ഡി എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ 6. ഓക്കെ. ദെൻ ഡി എങ്ങനെ കാണും? ഡി എ സിക്കൽ ടു 6 ഇങ്ങോട്ട് എടുത്ത് ഗുണിക്കുക. ഇവിടെ ഹരിച്ചിരിക്കുന്നതാണ്, സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഗുണനാവും. സോ ഡി എ സിക്കൽ ടു 6 ഇൻറ്റു കോസ് 80. കോസ് 80 എങ്ങനെ കാണും? ടേബിൾ എടുക്കുക, കോസിന്റെ വില എടുക്കുക. കോസിന്റെ വില രണ്ടാമത് എടുക്കുന്ന വിലയാണ് കോസിന്റെ വില. ഓക്കെ. അതവിടെ കൊടുക്കുക. സോ ദ ആൻസർ ഈസ് 1.0416. ഓക്കെ. 6 ഇൻറ്റു കോസിന്റെ വാല്യൂ. അപ്പോൾ അതും കിട്ടി. ഇനി നമ്മുടെ ട്രയാങ്കിളിലേക്ക് വരാം. ട്രയാങ്കിൾ ഇപ്പോൾ എക്സ് നമുക്ക് കിട്ടി. എത്രയാണ്? 5.9088. ദെൻ വൈ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് ഇവിടം വരെ, അതായത് ഡി എ നമുക്ക് കിട്ടി 1.0416. ബാക്കി നമുക്ക് അറിയാം 7 ആണെന്ന് അല്ലെ? ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 7 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. ഇവിടെ നിന്ന് ഇവിടം വരെ 7 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലുള്ളതാണ്. അപ്പോൾ ഈ ഡി എ ഇതിനോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി? 7 സെന്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ വൈ കിട്ടും. സോ വെരി സിമ്പിൾ. വൈ ഇസ് ഈക്വൽ ടു ഡി എ പ്ലസ് 7 സെന്റിമീറ്റർ. That is 1.0416 plus 7 is equal to 8.0416. Okay. So this is y. അപ്പോൾ നമുക്ക് ഈ മട്ടത്രികോണത്തിന്റെ എന്താണ്? എക്സും കിട്ടി, വൈയും കിട്ടി. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബി സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് കൊടുത്തു. വൈയും 8.04 രണ്ട് സാധനം കൊടുക്കുമ്പോൾ സാറ് കൊടുത്തു സി ബി സ്ക്വയർ. ഇറ്റ് ഇസ് ഈക്വൽ ടു 34.93 64.66 കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂസ് എടുത്താൽ മതി. ഇവിടെ കൂട്ടുമ്പോൾ 99.57 ഏകദേശം 100 ഈക്വൽ ആണ്. ഏകദേശം. സോ 99 മീൻസ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100. ദെൻ
റൂട്ട് 100 ഇസ് ഇക്വൽ ടു 10. സി ബി സ്ക്വയർ ആണ് എന്ത് 100. അപ്പോൾ സി ബി കാണാൻ എന്ത് ചെയ്യണം 100ന്റെ റൂട്ട് എടുക്കുക. ക്ലിയർ? സോ ആൻസർ ഈസ് 10 സെന്റിമീറ്റർ. ക്യാൻ ബി യൂസ് കൊസൈൻ ഫോർമുല? യെസ്. ഇതേ സെയിം പ്രോബ്ലം നമ്മൾ ഇത്രയൊന്നും ചെയ്യാണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കൊസൈൻ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ ടീച്ചർ അത് ചെയ്യാൻ സമ്മതിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കില്ലായിരിക്കും. കാരണം അത് ഹയർ സ്റ്റഡീസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് എളുപ്പമാണെങ്കിൽ അത് ചെയ്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കാണേണ്ടത് അറിയണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ, ദെൻ മൂവ് ടു ദി നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊസൈൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർമുല എന്താണെന്ന് നോക്കാം. നമുക്ക് എയുടെ എ എന്ന് പറയുന്ന ആംഗിളിന്റെ നേരെ എ എന്ന് എടുക്കുക. ബി, ക്യാപിറ്റൽ ബി ആംഗിളിന്റെ നേരെ സ്മോൾ ലെറ്റർ ബി. സിയുടെ നേരെ ഉള്ള വശം സ്മോൾ ലെറ്റർ സി എന്ന് എടുക്കുക. നമ്മുടെ ഇക്വേഷൻ എഴുതുക. എന്താണ് ഇക്വേഷൻ? എ സ്ക്വയർ. നമുക്ക് കാണേണ്ട വശത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി തന്നിരിക്കുന്ന രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ, അതായത് സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു തന്നിരിക്കുന്ന രണ്ട് വശങ്ങൾ തമ്മിൽ വിളിക്കുക സി ഇൻറ്റു ബി കോസ്, നമുക്ക് കാണേണ്ടത് എ സ്ക്വയർ ആണെങ്കിൽ കോസ് എ, ബി സ്ക്വയർ ആണെങ്കിൽ കോസ് ബി. അപ്പോൾ കോസ് എ, അതായത് കോസ് 100. സാർ എല്ലാ ഫോർമുല എല്ലാം അപ്ലൈ ചെയ്തു. എ സ്ക്വയർ ഇസിക്കൽ ടു സി സ്ക്വയർ, സി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 സ്ക്വയർ, ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 7 ബി എന്ന് പറഞ്ഞാൽ 6 കോസ് എ ഡിഗ്രി, ദിസ് ഈസ് ദ ആംഗിൾ കോസ് 100 ഡിഗ്രി. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിയുടെ വില നമ്മുടെ ടേബിളിൽ ഇല്ല. നമ്മുടെ ടേബിളിൽ 90 വരെയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ വെരി സിമ്പിൾ ആണ്. നിങ്ങൾ 150 ഈ 100 കുറയ്ക്കാം. 180 മൈനസ് 100 ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 80 കിട്ടും. 80 എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉത്തരത്തിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ഇടണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു എ സ്ക്വയർ ഇസിക്കൽ ടു 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു കോസ് 100. കോസ് 100ന് പകരം സാർ ഇപ്പോൾ എഴുതിയേക്കുന്നത് കോസ് 80 ആണ്. അതെങ്ങനെ കിട്ടി? 150 100 കുറയ്ക്കണം. ഓക്കെ, ദെൻ കോസ് 80യുടെ വാല്യൂ നമ്മളിവിടെ നോക്കുക. കോസ് 80 ഇസിക്കൽ ടു 0.1736. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് സാർ നേരത്തെ പറഞ്ഞു. എന്താണ്? നെഗറ്റീവ് സൈൻ എടുക്കാൻ മറക്കരുത്. ഓക്കെ, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഓക്കെ, സോ നമ്മൾ ആഡ് ചെയ്തു. 49 പ്ലസ് 36 ഇസിക്കൽ ടു 85. ഇവിടെയും ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. രണ്ട് മൈനസുകൾ തമ്മിൽ നമ്മൾ ഗുണിക്കുമ്പോൾ ഇവിടെ മൈനസ്, ഇത് മൈനസ്, രണ്ട് മൈനസുകളാവുമ്പോൾ അത് പ്ലസ് ആയി. ഓക്കെ, ക്ലിയർ? then 84 ഇൻറ്റു 0.1736 കൂട്ടുമ്പോൾ 14.58. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഇക്വൽ ടു 15. 15 ആണെന്ന് പറയാം. അതെ, 15 പ്ലസ് 85 എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 100 എന്ന് കിട്ടും. then for a is equal to root 100, that is 10. സെയിം ആൻസർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡുകളും ചെയ്യാം. ഓക്കെ.